വളരെ പ്രധാനപ്പെട്ടൊരു സംഭവവികാസം നമുക്കറിയാം. സുപ്രീം കോടതിയിൽ ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നു. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിന്റെ വാദം ഇന്നലെ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നും അത് തുടരും. കേന്ദ്ര സർക്കാരാണ് ആദ്യഘട്ടത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്നലെ കോടതിയിൽ ഹാജരായിരുന്നു. ഇന്നും അദ്ദേഹം ഹാജരായിക്കൊണ്ട് സർക്കാർ നിലപാട് വ്യക്തമാക്കും. 2018 കോടതി വിധി തെറ്റാണ് എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. നന്ദഗോപൻ വിവരങ്ങളുമായി ചേരുകയാണ്. നന്ദൻ, ആദ്യഘട്ടത്തിൽ ഈ വാദം നടക്കുമ്പോൾ 2018 വിധിയെ എതിർക്കുന്നവരുടെ വാദമാണല്ലോ കേൾക്കുന്നത്. അതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ ഇന്നലെ കുറേ കാര്യങ്ങൾ കോടതിയെ ധരിപ്പിച്ചിരുന്നു. ഇന്നും കേന്ദ്ര സർക്കാരിൻ്റെ വാദഗതികൾ തന്നെയാണോ സുപ്രീം കോടതിയിൽ തുടരുന്നത്? ഗൗതം, 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ ഇന്നും സുപ്രീം കോടതിയിൽ വാദം തുടരും. അതിൽ പ്രധാനമായും ഈ യുവതീ പ്രവേശനത്തിനെ എതിർക്കുന്നവരുടെ വാദമുഖങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഇന്നലെ കേന്ദ്ര സർക്കാരിൻ്റെ അവസരമാണായിരുന്നു. ഇന്നും കേന്ദ്ര സർക്കാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കും. ഇതിനു പുറമെ കേന്ദ്ര സർക്കാർ തങ്ങളുടെ വാദങ്ങൾ എഴുതി നൽകിയിട്ടുണ്ട്. ഇന്നലെ പ്രധാനമായും കേന്ദ്ര സർക്കാർ കോടതിയിൽ തുഷാർ മേത്ത വഴി, സോളിസിറ്റർ ജനറൽ വഴി കേന്ദ്ര സർക്കാർ ധരിപ്പിച്ചത് ഈ ശബരിമലയിൽ ഒരു നിശ്ചിത പ്രായത്തിലുള്ള യുവതികളെ വിലക്കുന്നത് അത് ഒരു തരത്തിലുള്ള ഐത്തമല്ല എന്നുള്ളതാണ്. ഇത് ആചാരങ്ങളുടെ ഭാഗമാണ്. നൂറ്റാണ്ടുകൾ നിലനിന്നിരുന്ന ആചാരങ്ങളുടെ പിന്തുടർച്ച മാത്രമാണ് അവിടെ ശബരിമലയിൽ നടക്കുന്നത്. മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങളില്ല എന്നുള്ളതാണ്. ഭരണഘടനയുടെ 17ാം അനുച്ഛേദം പറയുന്ന ഈ തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ തീണ്ടിക്കൂടായ്മ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഐത്തം എന്ന നിലയിലല്ല ഇതിനെ കാണേണ്ടത്. ഈ 2018 കോടതി വിധി, 5 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി എന്നുള്ളത് ഈ ഭരണഘടനയുടെ 17ാം ഇതിൽ പറയുന്ന ആർട്ടിക്കിളിൽ പറയുന്ന തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുവാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിനെ മുൻനിർത്തിയുള്ള വിധിയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത് മറ്റൊരു വീക്ഷണകോണിലൂടെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് എന്നുള്ളതാണ് സോളിസിറ്റർ ജനറൽ കേന്ദ്ര സർക്കാരിൻ്റെ വാദമുഖങ്ങൾ എന്ന നിലയിൽ ഇന്നലെ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. അതിൽ ഏറ്റവും പ്രധാനം ഈ അജ്മീർ ദർഗ പോലുള്ള ദർഗകളിലൊക്കെ തന്നെ സ്ത്രീകൾ തലയിൽ കൂടി തുണിയിട്ട് അല്ലെങ്കിൽ ഷോളിട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അത് ആചാരങ്ങളുടെ ഭാഗമാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഈ ഐത്തങ്ങളോ മറ്റോ അല്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചത്. അതുകൂടാതെ ഇന്നലെ സോളിസിറ്റർ ജനറൽ എഴുതി നൽകിയ വാദമുഖങ്ങളിൽ കേരളത്തിലെ 3 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, ഒന്ന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, 2 കൊല്ലം ജില്ലയിലെ കൊറ്റംകുളങ്ങര ക്ഷേത്രം, 1 ആലപ്പുഴ ജില്ലയിലെ ചക്കുളത്തുകാവ് ദേവി ക്ഷേത്രം, ഈ 3 ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചില ആചാരങ്ങൾ നിലനിൽക്കുന്നു. ആറ്റുകാലിൽ സ്ത്രീകൾ പൊങ്കാലയിടുന്നു, അവിടെ പുരുഷന്മാർക്ക് പൊങ്കാലയിടുവാനുള്ള അവസരമില്ല. അതേപോലെ തന്നെ കൊല്ലം ജില്ലയിലെ കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അവിടെ പുരുഷന്മാർ സ്ത്രീകളുടെ രൂപത്തിൽ ഒരുങ്ങി ക്ഷേത്രത്തിൽ താലപ്പൊലി ഏന്തുന്നു. ചക്കുളത്തുകാവ് ദേവി ക്ഷേത്രത്തിൽ നാരീപൂജ സമയത്ത് പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഇങ്ങനെ ഈ 3 ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ പുരുഷന്മാർക്കും ഈ ആചാരപരമായ ചില വിലക്കുകൾ നിലനിൽക്കുന്നു. ഇതൊന്നും ഐത്തത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റി നിർത്തലിൻ്റെ ഭാഗവുമല്ല, മറിച്ച് ആചാരങ്ങളുടെ ഭാഗമാണ്. ആചാരവിശ്വാസങ്ങൾ എന്നുള്ളത് അത് നിയമവശങ്ങൾ കൊണ്ട് മാത്രം പരിശോധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. അതിന് ഇത്തരം ആചാരവിശ്വാസങ്ങൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ട്, കൂട്ടിച്ചേർക്കലുകൾ വേണമെങ്കിൽ അത് പാർലമെൻറ്റിലടക്കം നിയമം പാസ്സാക്കിക്കൊണ്ട് അതിനെ നോക്കിക്കാണണം എന്നുള്ളതാണ് പ്രധാനമായും ഇന്നലെ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയത്. അതായത് അത് പരിഗണിക്കേണ്ടത് കോടതിയല്ല, മറിച്ച് അത് നിയമനിർമ്മാണ സഭയാണ് എന്നുള്ളതാണ് ഇന്നലെ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയത്. ഏതായാലും ഇന്നും കോടതിയിൽ സോളിസിറ്റർ ജനറൽ തന്നെ തുഷാർ മേത്ത തന്നെ ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കും. കേന്ദ്ര സർക്കാർ അടിവരയിട്ട് പറയുന്നത് ഇതിൽ പുനഃപരിശോധന വേണമെന്നുള്ളതാണ്. അതായത് ശബരിമല യുവതീ പ്രവേശന വിധിയിൽ 2018 5 അംഗ ബെഞ്ച് നൽകിയ വിധിയിൽ പുനഃപരിശോധന ആവശ്യമാണ്. അത് ഒരു തെറ്റായ വിധിയാണ്, അത് ഒരു തെറ്റിദ്ധാരണാജനകമായ വിധിയാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായി കോടതി അതിനെ നോക്കി കണ്ടുകൊണ്ടാണ് അത്തരമൊരു വിധി പുറപ്പെടുവിച്ചത്. അതിൽ പുനഃപരിശോധന വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്നും ശബരിമലയുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങൾ 9 അംഗ ബെഞ്ചിന് മുന്നിൽ സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കും. ഓക്കെ നന്ദൻ, എന്തായാലും വളരെ നിർണായകമായ വാദഗതികൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ നിരത്തുകയാണ്. കാരണം നമ്മുടെ ഈ ദേശത്തുള്ള വിവിധ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠാ സങ്കല്പങ്ങൾ വ്യത്യസ്തമാണ്. അതിനാൽ ഓരോ ക്ഷേത്രത്തിൻ്റെയും പ്രതിഷ്ഠാ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ആചാരങ്ങൾ. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല പുരുഷന്മാർക്കിടാൻ പറ്റില്ല, അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതിഷ്ഠാ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആചാരങ്ങൾ രൂപപ്പെട്ടതെന്നും അതിനെ ഐത്തത്തിൻ്റെ ഭാഗമായി കണക്കിലാക്കരുത് എന്ന വളരെ നിർണായകമായിട്ടുള്ള വാദഗതിയാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്നും ഇത്തരം വാദമുഖങ്ങളുമായി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തന്നെ ഈ കേസിൽ ഹാജരാകുകയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി. നന്ദഗോപനാണ്.